നമസ്കാരം. എൻ്റെ പേര് ഫ്രാൻസി എസ് അക്കര. ഞാൻ സെൻറ്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട വിദ്യാർത്ഥിനിയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് ഡിസിഷൻ എന്നാണ്. ഡിസിഷൻ, തീരുമാനങ്ങൾ. ഒരു കാര്യത്തിന് നമ്മൾ ശരിയായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം തീരുമാനം എടുക്കുക. നല്ല തീരുമാനങ്ങൾ നല്ല ഭാവി സൃഷ്ടിക്കുന്നു. ശരിയായി മനസ്സിലാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സബ്ജക്റ്റിനെ കുറിച്ച് ഡീപ്പ് നോളജ് ഉണ്ടാവണം. 2 എന്ന് പറയുന്നത് നമ്മുടെ എടുത്ത പെർട്ടിക്കുലർ ഡിസിഷൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ അറിഞ്ഞിരിക്കണം. 3 എന്ന് പറയുന്നത് റിയാലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. പക്ഷെ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോവും. മനസ്സൊന്ന് പറയും, ബ്രെയിൻ വേറൊന്ന് പറയും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരിക്കും വരാം. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇമോഷൻസ് ആയിരിക്കും. ഇമോഷൻസ് 2 തരത്തിലുണ്ട്. ഒന്ന്, ഇമോഷൻസിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യും. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എക്സൈറ്റഡും ഡിപ്രസ്ഡും ആവുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ഒരു നിമിഷം കൊണ്ട് എക്സൈറ്റ്മെൻറ്റും അടുത്ത സെക്കൻഡിൽ ഡിപ്രസ്ഡ് ആവുന്നു നമ്മൾ. ഒരു ഇമോഷൻ്റെ ബേസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും പിന്നീട് ഒരിക്കൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും, ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു തീരുമാനം എന്നെ കൊണ്ടെടുക്കാൻ പറ്റിയാനേ എന്ന്. ഇനി ഇമോഷൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇമോഷൻസ് ഉണ്ടാകുന്നത് സംഭവങ്ങളിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നു. കുറേ സംഭവങ്ങൾ ഒരു ദിവസം തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ഇവൻസും ഇമോഷൻസിന് കാരണമാവുന്നില്ല. ചില പ്രത്യേക ഇവൻസ് മാത്രമാണ് ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്നത്. എക്സൈറ്റ്മെന്റ് ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ചില പ്രത്യേക ഇവൻസ് മാത്രമേ അത് ട്രിഗർ ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഡിസയറിൻ്റെ ബേസിലാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഡിസയറിൻ്റെ ബേസിലാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു BMW കാർ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. ശരിയാണ്, എനിക്കൊരു BMW കാർ വാങ്ങണം. അത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ഡിസയറാണ്. റോട്ടിൽ കൂടെ വേറെ ഏത് കാറ് പോയാലും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ BMW പോവാണെങ്കിലോ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതെനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഡിസയർ ഞാൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു, എനിക്ക് BMW-നേക്കാളും കുറച്ചുകൂടി ലംബോർഗിനി വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വിചാരിക്കുക. സോ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെന്റ് ഫാക്റ്റിൽ നിന്ന് നമ്മൾ ഗ്രീഡി ആയി പോവുകയാണ്. ഇനി എനിക്ക് കിട്ടേണ്ട ലംബോർഗിനി മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ ഗ്രീഡിനെസ് മാറിയിട്ട് എനിക്ക് ജലസ് ആവും. ഇമോഷന് പല ബേസും ഉണ്ട്. ഇനി എന്ന് പറയുന്നത് ഡിസയർ. നമ്മുടെ ഡിസയേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല കേട്ടോ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കാണുന്ന കാഴ്ചകൾ, ഒരു മാർക്കറ്റിംഗ് ഫീൽഡ്, ഇവരാണ് നമ്മുടെ ഡിസയർ ശരിക്കും ചൂസ് ചെയ്ത് തരുന്നത്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസയർ ചൂസ് ചെയ്തുകൂടാ? നമ്മുടെ ഡിസയറിനെ നമ്മൾ പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി റൈറ്റ് ഡിസയറും ഉണ്ട്, റോങ് ഡിസയറും ഉണ്ട്. എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹം, അത് റോങ് ഡിസയർ ആണ്. പക്ഷെ എന്നെ തന്നെ ക്യാപ്പബിൾ ആക്കാനുള്ള ആഗ്രഹം, എൻ്റെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹം, അത് റൈറ്റ് ഡിസയർ ആണ്. ഇനി ഞാൻ കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. തെറ്റായ തീരുമാനങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അതായത് തെറ്റ് പറ്റുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ജീവിതം അത്ര വലുതൊന്നല്ല കേട്ടോ. എല്ലാ തെറ്റുകളും നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ അതിൽ നിന്ന് പഠിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടാവും. സോ എന്തുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ തെറ്റിൽ നിന്ന് പഠിച്ചുകൂടാ? അയാളുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അയാളെ ഒബ്സർവ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡിസിഷൻ കുറച്ചുകൂടി പവർഫുൾ ആക്കാം. താങ്ക് യു.